Hello all, welcome to Teacher at Home. Today class we are going to learn the 10th chapter, that is force. A student entering the headmaster's room happens to see the writings on the glass door. What do they indicate? അപ്പോൾ glass door എന്താ കണ്ടിരിക്കുന്നത്? പുഷും പുള്ളും അല്ലേ? Let's examine. Observe the given pictures. എന്തൊക്കെയാ പിക്ചറിൽ കണ്ടിരിക്കുക? After analyzing the pictures, tabulate the activities in them and into push or pull. പുഷ് എന്ന് പറയുമ്പോൾ എന്താണ്? പുഷിങ് എ കാർ അല്ലേ? ഡോറ് അകത്തേക്ക് പുഷിങ് എ കാർ വലിക്കുക അല്ല. പുഷിങ് എ കാർ മീൻസ് നമ്മൾ തള്ളുകയാണ്. when pull means what? വലിക്കുക അല്ലേ? is a cart. a man pulling a cart. when an object is pushed or pulled, the force is being applied. ഇത് രണ്ട് പ്രവൃത്തി ചെയ്യുമ്പോഴും എന്താണ്? നമ്മൾ ഒരു ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യാണ്. we know that the unit of force, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുക? written by n. is force all about a push or pull? Let's examine. അപ്പോൾ സർ ഐസക് ന്യൂട്ടൺ അല്ലേ? 1642 to 1727. he was born at Woolstrop in England. the laws of motion, അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചത് എന്തൊക്കെയാണ്? laws of motion, laws of gravitation, etc. are among his important discoveries. he was conferred with the title, എന്ത് ടൈറ്റിലാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്? സർ in 1705. his famous book Philosophia Naturalia Principia Mathematica is a pioneering work in the world of science. ആഫ്റ്റർ അനലൈസിങ് ദ പിക്ചേഴ്സ് അല്ലെ, ഇതിൽ എന്തൊക്കെ ബോൾ തട്ടുണ്ട്, പിന്നെന്താണ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, തുടക്കുണ്ട്, പശുവിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് അല്ലെ, ചുമരിൽ തള്ളുകയാണ്. അപ്പോ ആഫ്റ്റർ എക്സാമിനിങ് ദീസ് ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റി വാട്ട്? അപ്ലൈയിങ് ഫോഴ്സ് ഓൺ എ റോളിംഗ് ബോൾ. ഉരുളുന്ന ഒരു ബോളിലേക്ക് ഒന്ന് തട്ടുകയാണ്. സ്ലോലി പുഷിങ് ഇറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ, എതിർദിശയിലേക്ക് നമ്മൾ തള്ളുമ്പോൾ എന്താവും? ദ ബോൾ കംസ് ടു റെസ്റ്റ്. ബോള് നിശ്ചലാവസ്ഥയിലേക്ക് വരികയാണ്. പുഷിങ് എ വാൾ, ഒരു ചുമര് നമ്മൾ തള്ളുകയാണ്. അപ്പൊ എന്താണ്? ദ വാൾ ഹാസ് എ ടെൻഡൻസി ടു മൂവ്, അതിന് നീങ്ങാൻ പ്രവണത വരുന്നു. 1 ന്യൂട്ടൺ ഫോഴ്സ്, ഒരു ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? അപ്രോക്സിമേറ്റ് ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ മസ്റ്റ് ബി അപ്ലൈഡ് അഗൈൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ടു ഹോൾഡ് ആൻ ഒബ്ജക്ട് അല്ലെ. ഒബ്ജക്റ്റിന് മാസ് എത്രയാ? 0.1 kg. 0.1 kg, 1 kg എന്ന് പറഞ്ഞാൽ 1000 gram. So 0.1, so a zero has to be avoided. അപ്പൊ 100 gram parallel to the ground in the palm. From the discussion we had so far, what did you understand about force? അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഫോഴ്സ് അല്ലെ, ഒരു ബലം പ്രയോഗിക്കുകയാണ്, അതാണ് അതിനെ കുറിച്ചാണ് പഠിച്ചത്. വാട്ട് ചേഞ്ചസ് ഓർ ടെൻഡ് ടു ഷേപ്പ്. അപ്പൊ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ അതിന്റെ സൈസിനോ ഷേപ്പിനോ വോളിയത്തിനോ അല്ലെങ്കിൽ അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിലാണ് അതിനെ നമ്മൾ ഫോഴ്സ് എന്ന് പറയുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ്, കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് അല്ലെ, നമ്മുടെ കൈ പ്രയോഗിച്ചുള്ളതും മറ്റൊരാളുടെ പ്രേരണ കൂടാതെയുള്ളതും, അതാണ് ഈ കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ്, പലതരത്തിലുള്ള ഫോഴ്സുകളുണ്ട്. ഏതൊക്കെയാണ്? man and living other creatures use muscular force to do work അല്ലെ. മനുഷ്യന്മാരും വേറെ പല ജീവികളും എന്താണ്? മസ്കുലർ ഫോഴ്സ് യൂസ് ചെയ്യും. a magnet has the property of attraction and repulsion. കാന്തത്തിന് എന്തിന്റെ കഴിവാണുള്ളത്? അട്രാക്ട് ചെയ്യാനും റിപ്പൽ ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ട്. this force applied by a magnet is a magnetic force. ഈ ഫോഴ്സ് മാഗ്നറ്റിൽ അപ്ലൈ ചെയ്യണ ഈ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുക. A plastic pen when rubbed on hair can attract small pieces of paper. അപ്പൊ നമ്മൾ ഒരു പ്ലാസ്റ്റിക് പേന തലയിൽ ഒരു സീറ്റ് അല്ലെ, ചെറിയ പീസ് പേപ്പറുകൾ അട്രാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഈസിയായി അട്രാക്ട് ചെയ്യും. This is due to the electrostatic force. ഇത് എന്തുകൊണ്ടാണ്? electric and static force working together to form the electrostatic force. Objects in the universe have an attractive force between them. ഭൂമിയിലെ ഓരോ വസ്തുക്കൾക്കും എന്ത്? അതിൻ്റെതായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് അല്ലെ. ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ്, ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുക. ഫോഴ്സ് ഈസ് റിലേഷൻ ടു മോഷൻ ആൻഡ് ഈസ് കോമൺലി നോൺ ആസ് അല്ലെ, മോഷൻ ചലനാവസ്ഥയിലും ഇത് ഫോഴ്സ് അപ്ലിക്കബിൾ ആണ്. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഫോഴ്സ്. നമ്മൾ എന്തെങ്കിലും ഒരു ബലം പ്രയോഗിക്കുകയാണ്, അതാണ് മെക്കാനിക്കൽ ഫോഴ്സ്. when an object moves over another object, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വേറൊരു ഒബ്ജക്റ്റിലേക്ക് പോണ സമയത്ത് the force which opposes the relative motion, ആ മോഷനെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുക. in addition to this there are other forces. ഇത് കൂടാതെ വേറെ ഫോഴ്സസും ഉണ്ട്. സിറ്റുവേഷൻ ഏതൊക്കെയാ? ഫോഴ്സ് ഡ്യൂ ടു, ദാറ്റ് ഈസ് പുഷിങ് എ ട്രോളി. ട്രോളി പുഷ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ കൈ വെച്ചാണ് അത് പുഷ് ചെയ്യണത്. അപ്പൊ ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് അല്ലെ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള കോണ്ടാക്ട് ഉണ്ട്. എ കോക്കനട്ട് ഫോളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ, സഹായമില്ലാതെയാണ് ചില സമയത്ത് നാളികേരം വീഴാറ്. അപ്പൊ എന്താണ്? വിത്ത് നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെൽ, കിണറിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് എന്താണ്? ഹാൻഡ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് അല്ലെ. അപ്പൊ എന്താ? ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. എ ബോൾ കമ്മിങ് ടു റെസ്റ്റ് ആഫ്റ്റർ ബീങ് റോൾഡ് ഓൺ എ, റെസ്റ്റിലേക്ക് വരണമെങ്കിൽ എന്താണ്? നമ്മുടെ കാല് കൊണ്ട് ഒരു തട്ട് കൊടുക്കണം, അപ്പോൾ കോണ്ടാക്ട് ഉണ്ട്. മാഗ്നറ്റ് അട്രാക്ടിങ് എ നെയിൽ മീൻസ് നോ കോണ്ടാക്ട്. ദിസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഓക്കെ,
Haven't you seen situations in the force is applied by contact or non-contact? The force applied by the contact between object. Object തമ്മിലുള്ള കോണ്ടാക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുക. Force applied on an object without contact നെ എന്താ പറയുക? Non-contact force. More examples of contact force and non-contact force and tabulate them. Let's examine some other ideas on frictional force. Which one among these is the contact forces of different kinds? ഏതൊക്കെയാണ് frictional force? Didn't you notice the figure? Why do we lubricate the axle of a bicycle wheel with oil? എന്തുകൊണ്ട് ഇപ്പോൾ സൈക്കിളിന്റെ ആക്സിലിന്റെ അവിടെയൊക്കെ നമ്മൾ ഓയിൽ ആഡ് ചെയ്യാറില്ലേ? എന്തുകൊണ്ടാണ്? അത് അതിന്റെ റൊട്ടേഷൻ സ്മൂത്ത് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അല്ലേ? Roll a metal sphere on a rubber ball on a level ground. What happens to the motion? What may be the reason? അപ്പോൾ പന്ത് നമ്മൾ തട്ടി വിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Discuss and write the inference. Tilt the table a little. മേശ ഒന്ന് ചരിക്കുക. Does the book move? പുസ്തകം ഒന്ന് നീങ്ങുമോ? Try to tilt the table a little more. What do you observe now? Why didn't the book move on tilting the table first? അപ്പൊ ഇപ്പൊ ഒന്നും കൂടി ചരിക്കുമ്പോ എന്താവും? ആ ബുക്കിന്റെ പ്രതലം അല്ലെ ചെരുവിനോട് അടുത്തുകൊണ്ട് അതൊന്ന് ജസ്റ്റ് വീഴാൻ വേണ്ടി നിൽക്കും അല്ലെ. മറ്റേത് ഫസ്റ്റ് ആണെങ്കിൽ എന്താണ്? സെയിം. ഏതിലാണോ അത് പ്രതലത്തിലാണോ ഇരിക്കുന്നത് ആ ടേബിളും ബുക്കും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. Haven't you noticed a large number of microscopic mounds and pits on the surface? അല്ലെ, കുത്തും കുഴിയും ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. When these two surfaces are in contact with each other, അങ്ങനെയുള്ള സമയത്ത് രണ്ട് സബ്സ്റ്റൻസും കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? They are interlocked. When we try to move a body by applying a force parallel to the, അപ്പോൾ an opposing force is experienced. അപ്പൊ ഇതിനെതിരായിട്ട് നമ്മൾ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? അല്ല, ഇത് മൂവ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് എതിർദിശയിൽ നിന്ന് ഒരു ഓപ്പോസിംഗ് ഫോഴ്സ് ഇതിലേക്ക് പ്രയോഗിക്കപ്പെടുക. When a body moves or tend to move on the surface of another body, അല്ലെ, ഒരു വസ്തു എന്താണ് നീങ്ങാനോ അല്ലെങ്കിൽ നീക്കാൻ വേണ്ടിയിട്ട് വേറൊരു സർഫസിലേക്ക് വേറൊരു ബോഡിയുടെ സർഫസിലേക്ക് വീഴുകയാണെങ്കിൽ എന്താണ്? ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് പാരലൽ ടു ദ സർഫസ് വിച്ച് ഒപ്പോസസ് ദ, അപ്പൊ ഇതിന്റെ എതിർദിശയിലേക്കാണ് ഒരു ഫോഴ്സ് വരിക അല്ലെ. ഓപ്പോസസ് ഈ മോഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ് വരും. അതാണ് എന്ത്? ഫ്രിക്ഷൻ. When a body moves or tend to move on the surface of another body, ഒരു വസ്തു നീങ്ങുകയോ അല്ലെങ്കിൽ വേറൊരു വസ്തുവിനേക്ക് നീക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സർഫസിലേക്ക് നീക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്താണ്? A force is experienced parallel to the surface. ആ സർഫസിലേക്ക് അതിന്റെ അടിഭാഗത്തിൽ നിന്ന് ഒരു ഫോഴ്സ് എതിർദിശയിൽ നിന്ന് വരും. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രിക്ഷൻ എന്ന് പറയാറ്. Is the same opposing force experienced during all contact movement between bodies? Let us examine different type of motion, അല്ലെ, different type of friction. Look at the pictures in which two children are trying to move a log, അല്ലെ, ഒരു വലിയൊരു മരം നീക്കാൻ വേണ്ടി നോക്കുകയാണ്. ഒന്നിൽ എന്താ ചെയ്യുന്നത്? പുഷ് ചെയ്യണോ അല്ലെ, എല്ലാവരും കൂടി പുഷ് ചെയ്യണം. പിന്നെ മറ്റേതിലോ രണ്ടുപേരും കൂടിയിട്ട് പുൾ ചെയ്യാൻ നോക്കുകയാണ്. വിച്ച് ഓഫ് ദ മെത്തേഡ് ഏതാണ് ഏറ്റവും അഡാപ്റ്റബിൾ എന്ന് ചോദിക്കുന്നുണ്ട്. പ്ലേസ് എ വുഡൻ ബ്ലോക്ക് ഓൺ എ പോളിഷ്ഡ് ടേബിൾ. അപ്പൊ ഒരു മരക്കട്ട നമ്മൾ എന്താണ് ടേബിളിൽ വെച്ചിരിക്കുകയാണ്. ടൈ എ string at one end of the wooden block and have a pan on the other end. അപ്പൊ നമ്മൾ എന്താണ് ഒരു നൂല് വെച്ച് കെട്ടിയിട്ടുണ്ട് അല്ലെ ഈ വുഡൻ ബ്ലോക്കിലേക്ക്. അതിന്റെ അടിഭാഗത്ത് എന്താ വെച്ചിരിക്കണം? ഒരു പുള്ളി. പുള്ളി ഇറ്റ് ഈസ് കെപ്റ്റ്. പ്ലേസ് ഐഡന്റിക്കൽ അയൺ നെയിൽസ് ഇൻ ദ പാൻ വൺ ബൈ വൺ. അപ്പൊ ഈ ഓരോ അയൺ നെയിലും അല്ലെ ഈ പാനിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇടുകയാണ്. അപ്പൊ എന്താ? ഒബ്സർവ് ദ നമ്പർ ഓഫ് നെയിൽസ് പ്ലേസ്ഡ് വെൻ ദ വുഡൻ പീസ് ബിഗിൻസ് ടു മൂവ്. അപ്പൊ നമ്മൾ ഓരോ നെയിൽ ഇടുമ്പോഴും ഈ മരക്കട്ടം മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ എപ്പോഴാ മൂവ് ചെയ്യുക? when the weight it is found to be greater than that of the wooden block, അല്ലെ, ഈ വുഡൻ ബ്ലോക്കിനെ കാട്ടിയും വെയിറ്റ് കൂടുമ്പോഴാണ് എന്ത്? വുഡൻ ബ്ലോക്ക് മൂവ് ചെയ്യുക. Now repeat the experiment, placing two cylindrical pencils between the wooden piece and the table and perpendicular to direction of motion. On placing how many nails, എത്ര നെയിൽ വെക്കുമ്പോഴാണ് അത് മൂവ്? പിന്നെ എന്താണ്? എന്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ മരക്കഷ്ണത്തിൽ ഒരു മൂവ്മെന്റ് പോസിബിൾ ആവുക? When a body rolls over the surface of another body, the force of friction which originates is rolling friction. അപ്പോൾ when a body rolls over the surface, അല്ലെ, വേറൊരു ബോഡിയുടെ സർഫസിലേക്ക് നമ്മൾ ഈ പ്രയോഗിക്കുന്ന ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഒറിജിനേറ്റ്സ് ഇൻ ദ റോളിംഗ്. ആ നീങ്ങണതില്ലേ, നീങ്ങുമ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ആവും. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുക. When a body slides on the surface of the another body, the force of friction which originates is sliding, അല്ലെ, നമ്മൾ ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അത് ഉരസിക്കൊണ്ടിരിക്കുമ്പോൾ
ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുക. റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഉരസിക്കൊണ്ടിരിക്കുന്ന ഫ്രിക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി അല്ലേ, നിരങ്ങി നീങ്ങുന്ന ഫ്രിക്ഷനെക്കാട്ടും ലെസ് ആയിരിക്കും എന്ത്? സ്ലൈഡിംഗ് friction. Wheels are used in vehicles to reduce friction. Identify situation when there is a reduction of friction as a result of rolling and write down in the science diary. Friction it is used in many situations in a daily life. Nevertheless, friction has some disadvantages too. Given below are some frictions where friction is beneficial and non-beneficial. Tabulate them. That is, strike a matchstick on the side of a matchbox. നമ്മൾ തീപ്പെട്ടി കൊളുത്തുമ്പോഴും wear and tear of machines, ability to hold objects, walking, trending of tires of wheels, then wearing out of tires, fuel loss അല്ലെ, ഫ്യൂൽ നഷ്ടപ്പെടുക, പിന്നെന്താണ് ടയർ തേയ്മാനം സംഭവിക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സിറ്റുവേഷൻ ഫോർ ഫ്രിക്ഷൻ ഇസ് ബെനിഫിഷ്യൽ? ഫ്രിക്ഷൻ ബെനിഫിഷ്യൽ ആവുന്നത് എന്താണ്? എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട്സ് അല്ലെ, സാധനങ്ങൾ പിടിക്കാനുള്ള ആ ഒരു കഴിവ്. പിന്നെ ട്രെൻഡിങ് ഓഫ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്, ഈ വെഹിക്കിളിന്റെ ടയറിലൊക്കെ നമ്മളിപ്പോ പലതരം ഇങ്ങനെ പിൻ പോലത്തെ സാധനങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനാണ്? അത് ഫ്രിക്ഷൻ കൺട്രോൾ ചെയ്യാനാണ്. Then wearing out of tires. You might have understood that there are advantages and disadvantages അല്ലെ, ഫ്രിക്ഷനിൽ ചില അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. Why are they designed in a particular way? എന്തുകൊണ്ടാണ് അവർ ഈ പെക്യുലർ ഷേപ്പിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? Don't you think that reduces the friction due to അല്ലെ? ഫ്രിക്ഷൻ എപ്പോഴാണ് റെഡ്യൂസ് ആവുക? എയർ, വാട്ടർ അല്ലെ, both they move forward. Think that friction reduces the friction due to അല്ലെ, വായുവിന്റെ കാരണം കൊണ്ടാവും, അല്ലെങ്കിൽ വെള്ളത്തിന്റെ, ഇതൊക്കെ കൊണ്ടിട്ട് ഫ്രിക്ഷൻ സംഭവിക്കാം. ഡിസൈനിങ് ദ ഷേപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ഈസ് സ്ട്രീം ലൈനിങ്. ഹാവൻറ്റ് യു നോട്ടീസ്ഡ് ഓയിൽ ബീങ് അപ്ലൈഡ് അല്ലെ, പുള്ളിയിലേക്ക് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാണ് എന്താണ്? എളുപ്പത്തിൽ കോരാൻ വേണ്ടിയിട്ട് അല്ലെ. ആൻഡ് ഓയിൽ ഓർ ഗ്രീസ് ബീങ് അപ്ലൈഡ് ഇൻ ദ മൂവിംഗ് പാർട്സ് ഓഫ് വെഹിക്കിൾസ്, മൂവിംഗ് പാർട്ട് ഓഫ് വെഹിക്കിൾസ്, പിന്നെ ടൈറ്റ് ആയിട്ടുള്ള മെഷീൻസിലൊക്കെ നമ്മൾ ഈ ഓയിലോ ഗ്രീസോ അപ്ലൈ ചെയ്യാണ്ട് ടു മേക്ക് ദ മൂവ്മെന്റ് ഈസിബിൾ, ഫ്ലെക്സിബിൾ. What is advantage doing such material used in reduce friction? അപ്പൊ ഇങ്ങനെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ലൂബ്രിക്കൻസ് എന്ന് പറയാ അല്ലെ. ഗ്രാഫൈറ്റ് ഇതുപോലുള്ള ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. ലിസ്റ്റ് ഔട്ട് ദ മെറ്റീരിയൽ യൂസ്ഡ് ആസ് ലൂബ്രിക്കന്റ്. വേറെ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ലിക്വിഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന? ഓയിൽ യൂസ് ചെയ്യാറില്ലേ? പിന്നെ haven't you noticed bearings being used to, ഇത് കണ്ടില്ലേ? നീഡിൽ ബിയറിംഗ്, ബോൾ ബിയറിംഗ്, ഇതൊക്കെ എന്തിനാണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. reduced by polishing surface. From what you have understood so far, അപ്പോൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. Thrust and pressure. Did you notice the conversation? Let's examine what it means. അപ്പോൾ ഒരു ആണി കുത്തിയപ്പോൾ എന്താണ്? നല്ലോണം നൊന്തു അല്ലെ. പക്ഷെ ആണി കൊണ്ടുള്ള മെത്തയില് നമുക്ക് കടക്കാൻ പറ്റും. ബിക്കോസ് സർഫസ് അല്ലെ, ആ സർഫസ് സ്മൂത്ത് ആയിരിക്കും. ഒന്ന് എന്ന് പറയുമ്പോൾ സർഫസ് വിൽ ബി ഷാർപ്പ്. Weight is the attractive force exerted by the earth on an object. Weight എന്ന് പറയുന്നത് എന്താണ്? എർത്തിലേക്ക്, ഭൂമി ആ വസ്തുവിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ ഭാരം എന്ന് പറയാറ്. Weight of an object is a mass. Mass എത്രയാ? kg. So F is equal to mg. M represents mass and g is the acceleration due to gravity, which is equal to 9.8 meter per second square. Take some powdered lime in a tray. അപ്പോൾ ചുണ്ണാമ്പ് എടുക്കുകയാണ് അല്ലെ നമ്മൾ ഒരു ട്രേയിൽ. എന്നിട്ട് എന്താ വെക്കുന്നത്? വെയ്ഡ് ബ്രിക്ക് ഓൺ ഇറ്റ്. വെയിറ്റ് ഉള്ള ഒരു ബ്രിക്ക് അതിലേക്ക് വെച്ചു. നോട്ട് ഡൗൺ ദ റിസൾട്ട്സ് ഇൻ ദ എക്സ്പെരിമെന്റ്. പിന്നെ നമ്മൾ എന്താണ്? അതിലേക്ക് കുഴി ഫോം ചെയ്യണ്ടോ അല്ലെ. ഇങ്ങനെ പാരലൽ ആയിട്ട് വെക്കുമ്പോൾ കുഴി ഫോം ചെയ്യണ്ടോ, കിടത്തി വെക്കുമ്പോൾ അതിന്റെ ലെവലിൽ വല്ല വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. Vertical force exerted by the brick on unit area P equal to F by A. Blaise Pascal. He was born in France in 19 June 1623. He made many contributions to the field of mathematics and physics. The law discovered by him in relation to the pressure. Pressure relate ചെയ്തിട്ട് അദ്ദേഹം ഒരു law കണ്ടുപിടിച്ചു. അതിനെയാണ് എന്ത് പറയാ? Pascal's law എന്ന് പറയാ. The unit of pressure, Pascal, was named after him. പാസ്കൽ എപ്പോഴാണ് മരിച്ചത്? On 19th August 1662. Whenever weight placed is the amount of force per unit. അപ്പോൾ ഇതിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? Haven't you understood that the total force exerted by a surface and the total force per unit area അല്ലെ, സർഫസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും പെർ യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും എങ്ങനെയായിരിക്കും? വ്യത്യാസം ഉണ്ടാവും. ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർഫസ് അല്ലെ, ഈ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ത്രസ്റ്റ് എന്ന് പറയുക.
സർഫസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പറയുക ത്രസ്റ്റ്. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എന്ത് പറയും? പ്രഷർ എന്ന് പറയും. പ്രഷർ ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സർഫസ്, ഈ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സിനെ നമ്മൾ എന്ത് പറയും? ത്രസ്റ്റ് എന്ന് പറയും അല്ലെ. ആ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എന്താ പറയുക? പ്രഷർ എന്ന് പറയാം. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ത്രസ്റ്റ് എന്ന് പറയും. ത്രസ്റ്റ് ബൈ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ത്രസ്റ്റ് ബൈ ഏരിയ. We can conclude the unit of pressure, that is Newton per meter square, and is known as the Pascal. Is there is a difference in total force exerted by the brick in all situations? What is the surface of the brick having the minimum area of contact? In which arrangement does it produce a deeper depression in powdered lime? Is the depth of depression on placing the brick on it broadest area in lime powder more or less compared to the depression produced when it was placed on the surface? Discuss your finding with your friends. Find out the relation between the pressure and the area of contact of an object and write down in the science diary. അപ്പോൾ ഇതിൽ എന്താ തന്നിരിക്കുന്നത്? While applying a given force, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും when the area of the surface of contact increases. അപ്പൊ നമ്മൾ ഒരു അപ്ലൈയിങ് എ ഗിവൺ ഫോഴ്സ്, ഒരു ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രഷർ ഓൾമോസ്റ്റ് ഇറ്റ് ഡിക്രീസസ്, ഏരിയ ഓഫ് സർഫസ് ഓഫ് കോണ്ടാക്ട് ഇൻക്രീസസ് അല്ലെ. ഏരിയ ഇൻക്രീസ് ചെയ്യും, പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. when the area decreases increases the pressure അല്ലെ. നമ്മൾ തന്നിരിക്കുന്ന വസ്തു വലുതാണെങ്കിൽ അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഏരിയ കുറവാണെങ്കിലോ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതന്നെയാണ് എന്ത്? നമ്മൾ ആ നെയിലില്ലേ, ആ നെയിൽ പ്രയോഗിച്ച തത്വവും. Given below a certain situation in which the variation in pressure is brought about by increasing or decreasing the area of surface. Explain how these are useful. Constructing a knife with a sharp edge അല്ലെ. അതുകൊണ്ടാണ് ഈ നൈഫിന് നമ്മൾ ഷാർപ്പ് എഡ്ജ് പോയിന്റ് ചെയ്യണം. പിന്നെ ബിൽഡിങ്സ് വിത്ത് വൈഡർ ബേസ്മെന്റ്സ് അല്ലെ. പിന്നെന്താണ് വീൽ ഓഫ് ടാങ്ക് ഒക്കെ എന്താണ്? അത് എന്തുകൊണ്ട് ഇതാക്കിയിരിക്കുക നോക്കിയാൽ? യൂസ് വൈറ്റ് ചെയിൻസ് അല്ലെ. ചെയിൻ വെച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് എ സ്വിംഗ് നീഡില്. ലിക്വിഡ് പ്രഷർ, ഫിക്സ് ഐഡന്റിക്കൽ ബലൂൺസ് എ ബി സി പറയണം. ഒരു PVC പൈപ്പിൽ 3 ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്താ ഫിക്സ് ചെയ്തിരിക്കണം? ബലൂൺ ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ. വാട്ടർ ഇൻ ദ പൈപ്പ്, വെള്ളവും നിറച്ചിട്ടുണ്ട്. വിച്ച് ബലൂൺ എക്സ്പാൻഡഡ്, ഏത് ബലൂണാണ് എക്സ്പാൻഡ് ചെയ്യുക? സി ഹിയർ ദ ബലൂൺ സി ഈസ് എക്സ്പാൻഡഡ് ഹിയർ, whereas എ അല്ലെ, വെള്ളം നേരെ പോണത് എയിലേക്ക്, കുറച്ച് പിന്നെ ബിയില്, then സിയിലേക്ക്. How can be the expansion of balloon related to the depth of the level of the liquid in the pipe അല്ലെ. വെള്ളത്തിൽ, പൈപ്പില് വെള്ളത്തിന്റെ തോത് അനുസരിച്ചാണ് എന്ത് ഈ ബലൂണ് വികസിക്കുന്നത്. Haven't you understand the pressure experienced in liquid depend on the height of the liquid column? അപ്പൊ എന്താണ് ഇത് എക്സ്പാൻഡ് ചെയ്യണത്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? പ്രഷർ, ലിക്വിഡ് കോളത്തിനെ എക്സ്പാൻഡ് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. Pour more water in the pipe to raise the water level in it. Haven't you understood why the balloons expanded? The pressure exerted by a liquid column increases with increase in height. അപ്പൊ ഹൈറ്റ് കൂടും തോറും എന്താവും? ലിക്വിഡ് കോളത്തിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഇൻക്രീസ് ചെയ്യും. The thrust acting per unit area, it is the liquid pressure. Liquid exert force on all sides of the container in which it is contained. Haven't you seen that the height of the liquid column influences the pressure exerted by it? Firmly fix the 2 identical balloons at the lower end of the 2 PVC pipes. Now fix all the pipes with water and other with അല്ലെ. ഒന്ന് എന്ത് വെച്ചിട്ടാണ്? വെള്ളവും മറ്റേത് കെറോസിൻ വെച്ചിട്ടും. ലിക്വിഡ് പ്രഷർ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്? ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളവും ഡെൻസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. The liquid pressure is directly proportional to the weight of the liquid column. അപ്പൊ ലിക്വിഡ് പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്? ലിക്വിഡ് കോളത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പെർ യൂണിറ്റ് ഏരിയ. ഹൈറ്റ് ഓഫ് എ ലിക്വിഡ് കോളം എച്ചും ഡെൻസിറ്റി ഡിയും ആക്സിലേഷൻ ജിയും ആണെങ്കിൽ ലിക്വിഡ് പ്രഷർ P equal to HdG. P pressure equal to height, density and gravity, that is HdG. Atmospheric pressure. Burn a few pieces of paper and put it in a tall glass. അപ്പോൾ ഒരു വലിയ ബോട്ടിലേക്ക് നമ്മൾ കുറച്ച് പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് കത്തിച്ചിട്ട് അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു പഴം അല്ലെ, പഴം fully ripe banana a little and place it into the mouth of the bottle. അപ്പോൾ ഒരു പഴത്തിൽ നമ്മൾ കുറച്ച് പഴമായിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. When the paper has almost burned, അപ്പൊ പേപ്പർ മൊത്തം കത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കാണുക? What happened to the pressure of the air inside the bottle when the paper burns? പേപ്പർ കത്തിക്കഴിയുമ്പോൾ അതിന്റെ പ്രഷറിനുള്ള മാറ്റം എന്താണ്? That is, the pressure inside the bottle is less when compared to the pressure in the atmospheric condition. So it will be tilted inside. Will the air inside the bottle get expelled when the pressure inside it increases and expands? Story of a tug of war.
That is how it is the pressure of the air inside the bottle. How the pressure inside the bottle after the mouth of the bottle is shut by the banana. That is we are already explained. What happens when the bottle gets cooled? Since the atmospheric pressure outside the bottle is greater, അപ്പോൾ പുറമേയുള്ള pressure എന്താണ് greater ആണ് അല്ലേ? When compared to the inside, the banana slips into the bottle. പഴം എന്ത് ചെയ്യും? നേരെ ഉള്ളിലേക്ക് പോകും. That is, since the atmospheric pressure outside the bottle is found to be greater than the pressure inside, the banana it slips to the bottle. അപ്പോൾ envelope of air surrounds the earth അല്ലേ? നമ്മുടെ ഭൂമിയെ ചുറ്റും എന്താണ്? ഒരു envelope, വായുടെ ഒരു വലയം തന്നെ ചുറ്റിയിരിക്കുന്നുണ്ട്. This is the earth atmosphere. ഇതാണ് എന്താ? അന്തരീക്ഷ വായു. The density of the atmospheric air near the surface of the earth is greater and it decreases as we go up. അപ്പോൾ ഭൂമിയുടെ ചുറ്റും എന്തായിരിക്കും? അന്തരീക്ഷ വായു കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ മുകളിലേക്ക് പോകും തോറും its atmospheric pressure decreases അല്ലേ? പ്രഷർ ഡിക്രീസ് ചെയ്ത് വരും. The weight of the air column over unit area. അപ്പോൾ എയറിന്റെ വെയിറ്റ് പെർ യൂണിറ്റ് ഏരിയ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറയാം. List the situations in daily life അല്ലെ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? Drinking juice using a straw. Then few statements related to atmospheric pressure are given below. Discuss and write down the reasons in the science. എന്തൊക്കെയാണ്? Astronauts wear specially designed clothes അല്ലെ? To protect themselves, and also when they are moving up അല്ലെങ്കിൽ moving in the planets, the weight is found to be less compared to their actual weight. As mountainous, mountainous like what we told, atmospheric pressure, it is found to be greater than those in the lower altitude. Up and down nasal bleeding cause fixing rubber circles on polished surface. Let's measure atmospheric pressure. How can we measure? The weight of air column above unit area on the surface of earth and sea level. Surface of earth sea level consider atmospheric pressure ആയിട്ട് consider ചെയ്യും. It is equivalent to the weight of mercury column. Mercury column എത്രയാണ്? 0.76 m and unit area എത്രയാണ്? 1 meter square. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാ. യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ബാർ. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറുടെ യൂണിറ്റ് ബാർ. ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യണത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ബാരോമീറ്റർ. അതിന്റെ യൂണിറ്റ് നമ്മൾ എന്താ പറഞ്ഞ? ബാർ. Then this is standard atmospheric pressure. That's all we learn in this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.